ഇന്നൊരു വെറൈറ്റി സംഭവം കാണിച്ചു തരാം. ദേ ഈ കാണുന്ന ഇലക്ട്രിക് ബൈക്ക്. ഈ മോട്ടോറിൻ്റെ ഏറ്റവും പുതിയ മോഡലായിട്ടുള്ള ഡൂഡിൽ V3 എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡലാണ്. അതായത് ഫോൾഡ് ചെയ്ത് നമുക്ക് കാറിലൊക്കെ വളരെ സിമ്പിളായിട്ട് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി നമുക്ക് നമ്മുടെ പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു മോഡൽ ഈ ബൈക്കാണ്. അതായത് ഇപ്പോൾ ഫോൾഡ് ചെയ്തുണ്ടല്ലോ, ഈ ഒരു ഹാൻഡിൽ ബാറിൻ്റെ ഈ ഒരു ഭാഗം ഫോൾഡ് ചെയ്യുക, അതേപോലെ ഈ ഒരു സെൻറ്ററിൽ നിന്ന് നമുക്ക് ഫോൾഡ് ചെയ്ത് നമ്മുടെ കാറിൻ്റെ ഡിക്കിയിലൊക്കെ വളരെ സിമ്പിളായിട്ട് കയറ്റി വെച്ച് കൊണ്ടുപോകാനുള്ളതേ ഉള്ളൂ. അതായത് വെയ്റ്റ്ലെസ് ആണ് ഭയങ്കര. ഇപ്പം നമ്മുടെ ഇഗ്നിസ് നമ്മളിപ്പോൾ കോട്ടയത്ത് കൊണ്ടുവന്നു, കോട്ടയത്ത് കുറച്ച് ഭാഗത്തൂടെയൊക്കെ റൈഡ് ചെയ്തു. ഇപ്പോൾ ഈ ഒരു ലൊക്കേഷനിൽ വന്ന് നിന്നിട്ടാണ് നമ്മൾ ഈ ഒരു റിവ്യൂ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് ശരിക്കും യൂസ്ഫുൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സിറ്റി പർപ്പസിലേക്കൊക്കെ ഇപ്പം നമ്മുടെ കോട്ടയത്തൊക്കെ എന്ന് വെച്ചാൽ അറിയാമല്ലോ, എല്ലായിടത്തും പാർക്കൊക്കെ ചെയ്യാൻ വേണ്ടി ഭയങ്കര പാടാണ് കാസ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഷോപ്പിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ കുഞ്ഞ് ഈ ബൈക്കൊക്കെ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഏതെങ്കിലും ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് കുറച്ച് ദിവസമൊക്കെ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു പർപ്പസിലേക്കൊക്കെ ഒരു ഡെയിലി ഒരു കമ്മ്യൂട്ടറായിട്ട് നമ്മുടെ കൂടെ ഒരു കൂട്ടുകാരനായിട്ടോ അല്ലെങ്കിൽ കൂട്ടുകാരിയായിട്ടോ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ഇ ബൈക്കാണ് നമ്മുടെ ഈ മോട്ടോറിൻ്റെ ഡ്യൂഡിൽ V3. ഈ ഒരു ഇ ബൈക്കിൻ്റെ റേഞ്ച് തന്നെ ആദ്യം തന്നെ പറയാം. ബൈ ത്രോട്ടിൽ യൂസ് ചെയ്തിട്ട് 40 കിലോമീറ്ററും പെഡൽ അസിസ്റ്റ് യൂസ് ചെയ്തിട്ട് 55 കിലോമീറ്ററുമാണ് സർട്ടിഫൈഡ് ഒരു റേഞ്ച് പറയുന്നത് കേട്ടോ. അപ്പം കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് വരാം. ശരിക്കും ഈ മോട്ടോർ എന്നുള്ള കമ്പനിയുടെ നമ്മളിപ്പം 3ാമത്തെ സൈക്കിളാണ് ഇപ്പോൾ റിവ്യൂ ചെയ്യുന്നത്. ഇപ്പം ആദ്യം നമ്മൾ കുറച്ചൊരു പ്രീമിയം സൈക്കിൾ റിവ്യൂ ചെയ്തു, അതായത് കുറച്ച് നമ്മൾ നോർമൽ സൈക്കിൾ ആ ഒരു ലുക്ക് ഉണ്ടല്ലോ. രണ്ടാമത് നമ്മളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സൈക്കിൾ റിവ്യൂ ചെയ്തു. ഇപ്പം മൂന്നാമത് ഇതേ വലിയ ടയേഴ്സ് ഉള്ള ഒരു കുഞ്ഞൻ സൈക്കിൾ എന്തായാലും നമ്മൾ റിവ്യൂ ചെയ്യുകയാണ്. അപ്പോൾ ഈ മോട്ടോറിൻ്റെ ഇപ്പോഴത്തെ ഒരു പാർട്ട്ണർ എന്ന് പറയുന്നത് നമ്മുടെ ധോനിയാണ് കേട്ടോ. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റിൽ ധോനിയും കൂടെ ജോയിൻ ചെയ്തിട്ടാണ് ഈ മോട്ടോറാട് കമ്പനിയുടെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിനെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇവർ കൂടുതലായിട്ടും ഇതുപോലെ ഒരുപാട് ഇലക്ട്രിക് സൈക്കിൾസിൽ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും വളരെ ക്വാളിറ്റിയിലുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ കാണുന്നത് കേട്ടോ. അതായത് ഇതിൻ്റെ ഇപ്പം എല്ലാ ജോയിൻസ് ഒക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ഈ ലോക്ക് ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ ആണെങ്കിലും ഭയങ്കര ക്വാളിറ്റിയിലാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ സീറ്റ്സിൻ്റെ സൈഡ് നോക്കുകയാണെങ്കിലും കണ്ടോ, ഇപ്പം ഇത് ശരിക്കും ഞാൻ ഏറ്റവും താത്ത് വെച്ചേക്കും, അതുകൊണ്ടോ ഏറ്റവും ഹൈറ്റ് ഇതുവരെ ഒക്കെ അപ്പ് ചെയ്യാം. പക്ഷേ ഇത്രത്തിനൊന്നും ആവശ്യമില്ല. ഇതിലൊക്കെ ഇരിക്കുമ്പോൾ തന്നെ കംഫർട്ടബിളായിട്ട് നമുക്ക് ഉള്ള സ്ട്രോങ് ആയിട്ടുള്ളൊരു ലോക്കൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു കുഞ്ഞൻ സൈക്കിളിൻ്റെ ഫുൾ ഓവറോൾ ലുക്ക് ഒന്ന് നോക്കാം. ഇപ്പം കുഞ്ഞൻ സൈക്കിൾ എന്ന് പറയാൻ വേണ്ടി പറ്റത്തില്ല, കാരണം ഇതിൻ്റെ ഈ ഒരു ബോഡി കാര്യങ്ങളൊക്കെ കുറച്ചൊരു ചെറുതാണെങ്കിലും പക്ഷേ കയറി ഇരുന്ന് റൈഡ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം വലിയൊരു വെഹിക്കിളിൽ ഇരിക്കുന്നൊരു ഫീൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പം ഇതിലെ ഏറ്റവും അട്രാക്റ്റീവ് പാർട്ട്, നമുക്ക് ഏറ്റവും ശ്രദ്ധ പോകുന്നത്, ഇപ്പം നമ്മൾ റോഡിൽ കൂടി ഓടിച്ചുകൊണ്ട് പോകുമ്പോഴും എല്ലാവരും നോക്കുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ ടയേഴ്സ്. ഇതെന്താ ഇങ്ങനെയെന്നാണ് എല്ലാവരും നോക്കുന്നത്. പൊതുവേ കാണാത്തൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പം ഇതിൻ്റെ ടയേഴ്സ് 4 ഇഞ്ച് വിട്ടുള്ള ടയേഴ്സാണ്. ഓൾ ടെറൈനിൽ, അതായത് ഏത് ടെറൈനും ആപ്റ്റായിട്ടുള്ള രീതിയിലാണ് ഇവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇപ്പം നമുക്ക് റോഡാണെങ്കിലും അത്യാവശ്യം ഓഫ് റോഡ് അത്യാവശ്യം അഡ്വഞ്ചറൊക്കെ ആവാം, ആ ഒരു രീതിക്കാണ് എന്തായാലും ഇതിൻ്റെ ഒരു ഡിസൈന് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. വളരെ കംഫർട്ടബിളാണ് കേട്ടോ, നല്ല രസമാണ് കയറി ഇരുന്ന് പോകാൻ വേണ്ടി. അതേപോലെ ഇതിൽ ഡ്യുവൽ ഡിസ്പ്ലേക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലായിട്ട് ചെറിയൊരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ഈ സ്വിച്ച് ഓൺ ചെയ്ത് ലോങ് പ്ലസ്സിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൈറ്റ്സ് ഓട്ടോമാറ്റിക്കലി ഓൺ ആവുന്നുണ്ട് കണ്ടോ. അതുപോലെ തന്നെ ലോങ് പ്രസ് കൊടുത്തു കഴിഞ്ഞാൽ ഓഫ് ആവുന്നുണ്ട്. നമുക്ക് രാത്രിയിലൊക്കെ വളരെ യൂസ്ഫുൾ ആണ്. അതുപോലെ തന്നെ ഹോണ് കാര്യങ്ങളൊക്കെ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ഫ്രണ്ട് ഫോക്ക് ഒന്ന് ശ്രദ്ധിച്ചേ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ഫോക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പം അത്യാവശ്യം നമുക്ക് ഒരു മോശം റോഡോ ഒരു ചെറിയൊരു ഓഫ് റോഡിങ് പോലെയുള്ള റോഡ്സൊക്കെ ആണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു ഫോക്ക് സൈഡാണ് കാണുന്നത്. 60 mm ആണ് അതിൻ്റെ ഒരു ട്രാവൽ കിട്ടുന്നത് കേട്ടോ. അതുപോലെ ഫ്രണ്ട് ഇത്രയാണ്. അതേപോലെ തന്നെ ഞാൻ ഇൻട്രോ എടുത്തപ്പോൾ കാണിച്ച പോലെ ഈ ഒരു ഭാഗം കണ്ടോ, നമുക്ക് ഈ ഒരു ഭാഗം നമുക്കിങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കാറിലേക്കൊക്കെ കയറ്റാൻ വേണ്ടി ഒക്കെ ഒന്ന് ഈസി ആക്കാൻ വേണ്ടിയാണ് ശരിക്കും ഇങ്ങനൊരു ഭാഗം ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതും ഈ ഒരു ഭാഗത്തേക്ക് ഏകദേശം ഹൈറ്റിൽ ആണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ലോക്കിൻ്റെ ക്വാളിറ്റിയൊക്കെ നല്ല ക്വാളിറ്റിയിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അടുത്ത ഈ ഒരു ബൈക്കിൻ്റെ മെയിൻ ഭാഗം, ഇതിൻ്റെ ഈ ഒരു ബോഡി അല്ലെ ഈ ഒരു ഫ്രെയിം കണ്ടോ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ക്വാളിറ്റി വണ്ണാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ബാറ്ററി പ്ലേസ് ചെയ്തിട്ടുള്ളത് ഇതിനുള്ളിലാണ്. നമുക്ക് റിമൂവൽ ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ചാർജിങ് ഒക്കെ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ചാർജിങ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 to 3 hours ആണ് 0 to 80% ആകാൻ വേണ്ടി. അപ്പം ഫുൾ ചാർജ് ആക്കി കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ബൈ ത്രോട്ടിൽ യൂസ് ചെയ്തിട്ട് ഒരു 40 കിലോമീറ്ററും പെഡൽ അസിസ്റ്റ് ആണെങ്കിൽ ഒരു 55 കിലോമീറ്ററുമാണ് റിയൽ റേഞ്ച് ആയിട്ട് പറയുന്നത്. അതേപോലെ ബാറ്ററിയുടെ സൈഡ് നോക്കുമ്പോഴത്തേക്കും 10Ah 36 വോൾട്ടിൻ്റെ ഒരു ബാറ്ററിയാണ് ഇതിലുള്ളത് കേട്ടോ. ബാറ്ററിക്കും ഈ ഒരു വെഹിക്കിളിനൊക്കെ ഓവറോൾ വാറണ്ടി ഉണ്ട്, അത് ഞാൻ ലാസ്റ്റിലേക്ക് പറയാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഫോൾഡ് ചെയ്യുന്നൊരു ഭാഗം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഈ ലോക്കൊക്കെ നോക്കി നല്ല ക്വാളിറ്റിയിലാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് തന്നെ നമ്മൾ പിടിക്കണം കേട്ടോ. ഇതൊന്ന് അപ്പ് ചെയ്തിട്ടാണ് ഇത് ഫോൾഡ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഭാഗത്ത് ഫോൾഡ് ചെയ്ത് നമുക്കിങ്ങനെ വെഹിക്കിളിൽ എവിടെയാണെങ്കിലും കയറ്റാവുന്ന രീതിയിലുള്ള വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാവുന്ന രീതിയിലാണ് ഈ ഒരു വെഹിക്കിൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മോട്ടർ നോക്കാം. മോട്ടർ വരുന്നത് വെച്ചാൽ റിയർ ഹബ് മോട്ടറാണ് വരുന്നത് കേട്ടോ. അത്യാവശ്യം പെർഫോമൻസ് ഉള്ള, ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഈ മോട്ടറിൻ്റെ പല മോഡൽസും റൈഡ് ചെയ്തിട്ടുള്ളതാണ്. നല്ല ഇനിഷ്യൽ റെസ്പോൺസ് ഉള്ള മോട്ടറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതും മാക്സിമം സ്പീഡ് എടുക്കാൻ പറ്റുന്നത് 25 km/h ഒക്കെയാണ് മാക്സിമം സ്പീഡ് കേട്ടോ. അതേപോലെ ഇതിൽ കൊടുത്തിട്ടുള്ളത് BLDC 36 വോൾട്ടിൻ്റെ 250 വാട്ടിൻ്റെ
മോട്ടറാണ് ഈ ഒരു റിയർ സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൽ ഷിമാനോയുടെ ഗിയേഴ്സ് ഇതിൽ കാണാം. അപ്പം പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഷിഫ്റ്റേഴ്സ് ഒക്കെയാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അടുത്ത ഈ കുഞ്ഞൻ സൈക്കിളിലെ മെയിൻ ഒരു പാർട്ടാണ്, അതായത് ഈ ഒരു കാരിയർ. 35 kg വരെയാണ് മാക്സിമം ക്യാരി ചെയ്യാൻ വേണ്ടി പറ്റുന്നത് കേട്ടോ. ഇപ്പോൾ നമുക്കിപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ് ഇൻട്രോ പറഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ടൗണിലേക്കൊക്കെ എടുത്തുകൊണ്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് സാധനങ്ങൾ ക്യാരി ചെയ്യണ്ട. ഇപ്പോൾ ഒരു ബാഗൊക്കെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനങ്ങളോ ക്യാരി ചെയ്യാൻ വേണ്ടി നല്ല ലാർജ് ഒരു സ്പേസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെ ക്വാളിറ്റി തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ നമുക്കിനി ഈ ഒരു ഭാഗങ്ങൾ നമുക്ക് ഡിസ്പ്ലേ സൈഡ് ഒന്ന് നോക്കാം. ഹാൻഡിലേക്ക് വരുമ്പോഴത്തേക്കും ഫസ്റ്റ് ശ്രദ്ധ പോകുന്നത് റൈറ്റ് സൈഡിലുള്ള ഷിമാനോയുടെ 7 സ്പീഡ് ഷിഫ്റ്റേഴ്സാണ്. അപ്പോൾ ഇത് ഈ ഒരു ഭാഗത്തായിട്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ത്രോട്ടിൽ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ, വളരെ ചെറിയ രീതിയിൽ ഈ ഒരു ഭാഗത്തായിട്ട് ചേർന്നാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ കീ ഉണ്ട്. കീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 എണ്ണം ഉണ്ട്. ഒന്ന് മെയിൻ ഒരെണ്ണവും അതേപോലെ തന്നെ ഒന്ന് ബാറ്ററിക്ക് വേണ്ടി സെപ്പറേറ്റ് 2 കീസ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഹോണ് ഈ ഒരു ഭാഗത്തായിട്ട് കാണാം. അതുപോലെ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ടൊരു സ്വിച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ലോങ് പ്രസ് കൊടുത്തു കഴിഞ്ഞാൽ ഡിസ്പ്ലേ ഓൺ ആവുന്നുണ്ട്. ഡിസ്പ്ലേയിൽ നോക്കുമ്പോൾ തന്നെ സ്പീഡോമീറ്റർ കാണാം, ഇപ്പോൾ ബാറ്ററി പെർസെൻറ്റേജ് കാണാം, പാസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അതായത് ഇപ്പോൾ ഇതിൽ 5 പാസ് ഉണ്ട്. അതായത് നമുക്ക് കുറച്ചുകൂടെ സ്പീഡ് കൂട്ടി പെഡൽ അസിസ്റ്റ് പറഞ്ഞില്ല, അതായത് പെഡലിൻ്റെ സപ്പോർട്ടും ഉണ്ട് മോട്ടറിൻ്റെ സപ്പോർട്ടും ഉണ്ട്. അങ്ങനെ രീതിക്ക് പോകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ സ്പീഡിൽ പോകണമെങ്കിൽ നമുക്കിത് ഷിഫ്റ്റ് ചെയ്ത് കണ്ടോ 1 2 3 4 5 അങ്ങനെ 5 മോഡുണ്ട്. 5 വരുമ്പോഴത്തേക്ക് സ്പോർട്സ് മോഡ് എന്നാണ് പറയുന്നത്, കാരണം കുറച്ചുകൂടെ നല്ല ഫാസ്റ്റ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഫാസ്റ്റ് ആയിട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഗിയേഴ്സ് ഷിഫ്റ്റ് ചെയ്ത് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് രീതിയിലേക്ക് ചേഞ്ച് ചെയ്തിടാൻ വേണ്ടി ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓഡോമീറ്റർ ഉണ്ട്, ടോട്ടൽ കിലോമീറ്റർ, ഡ്രൈവർ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു കുഞ്ഞ് ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു ഓപ്ഷനിൽ പ്ലസ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ലൈറ്റിന് ഓൺ ഓഫ് ഓപ്ഷനാണ്. അതുപോലെ തന്നെ നെഗറ്റീവ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ലോങ് പ്രസ് കൊടുത്തു കഴിഞ്ഞാൽ വാക്ക് മോഡ് ഓൺ ആവും. കണ്ടോ, നമുക്കിപ്പോൾ ആരെങ്കിലും കൂടെയൊക്കെ ഒന്ന് നടന്നൊക്കെ പോവുകയാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ശരിക്കും ഈ വാക്ക് മോഡ് നമുക്ക് ആരെങ്കിലും കൂടെയൊക്കെ നമ്മൾ നടന്നു പോവുകയാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതേപോലെ തന്നെ കട്ട് ഓഫും ഉണ്ട്. ഇപ്പോൾ നമ്മൾ റൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സേഫ്റ്റിക്ക് വേണ്ടി കട്ട് ഓഫ് ഓപ്ഷനും ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ കുറച്ച് റൈഡിങ് കംഫർട്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാം. അതായത് ഈ ഒരു വെഹിക്കിൾ നമ്മളിപ്പം ക്രൂയിസ് മോഡിലും അല്ലെങ്കിൽ പെഡൽ അസിസ്റ്റിലും എല്ലാം തന്നെ റൈഡ് ചെയ്ത് നോക്കി. ഇപ്പോൾ നമ്മുടെ കോട്ടയം കുറച്ച് ഭാഗങ്ങളും അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഭാഗങ്ങളും അല്ലെങ്കിൽ കുറച്ച് കുഞ്ഞു കുഞ്ഞു ഓഫ് റോഡ് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഓടിച്ചു നോക്കി. എല്ലാ ടെറൈനും കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബൈക്കാണിത്. അത്യാവശ്യം നല്ല പെർഫോമൻസും ഉണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഹാൻഡ്ലിങ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പം എൻ്റെ ഒരു ഹൈറ്റൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഇപ്പം ഞാൻ ഏറ്റവും താത്താണ് സീറ്റ് വെച്ചിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പം കൈ ഉണ്ടോ കുറച്ച് പാരലായിട്ടാണ് നിൽക്കുന്നത്, അതുകൊണ്ട് വളരെ കംഫർട്ടബിളായിട്ട് തന്നെ പോകുന്നുണ്ട്. പിന്നെ ലൈറ്റ് വെയിറ്റ് ആണ്. ഹാൻഡ്ലിംഗ് ഒക്കെ ആണെങ്കിലും ഒരു സ്ട്രെയിനോ കാര്യങ്ങളോ ഒന്നുമില്ല, വളരെ സിമ്പിളാണ് ഇത്രയും വലിയ ടയേഴ്സ് ആയിട്ട് പോലും. പിന്നെ നമുക്ക് എവിടെയെങ്കിലൊക്കെ കുറച്ചൊന്ന് വെട്ടിച്ചൊക്കെ കയറ്റി കൊണ്ടുപോകണമെങ്കിലൊക്കെ വളരെ സിമ്പിളാണ്. അങ്ങനെയായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഓവറോൾ റൈഡിൽ ഫീൽ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും ഇതിൻ്റെ പ്രൈസ് പറയാം. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണല്ലോ ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്നുള്ളത്. ഈ ഒരു ഡൂഡിൽ V3യുടെ ഇപ്പോഴത്തെ ഓഫർ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 52,999 രൂപയാണ് കേട്ടോ. ആക്ച്വൽ പ്രൈസ് 69,999 രൂപയാണ്. പക്ഷേ ഇപ്പോഴത്തെ ഓഫറാണ് ഈ ഒരു റേറ്റ്. അതായത് നമുക്ക് ഈ ഒരു വെഹിക്കിൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അതേപോലെ തന്നെ ഈ മോട്ടോറിൻ്റെ സൈറ്റിലും എല്ലാം ലഭ്യമാണ്. അപ്പോൾ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അതേപോലെ തന്നെ ഈ ഒരു വെഹിക്കിൾ നമ്മുടെ വീട്ടിലേക്ക് ഒരു ബോക്സിലാണ് വന്നത് കേട്ടോ. അയച്ചു തന്നിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ക്വിക്കായിട്ടുള്ളൊരു അസംബ്ലി ചെയ്യുന്നത്. അതായത് നോർമൽ വരുന്ന ഈ സൈക്കിളിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഫാസ്റ്റ് ആയിട്ടാണ് ഈ വെഹിക്കിൾ അസംബിൾ ചെയ്യാൻ വേണ്ടി പറ്റിയത്. ഇപ്പം സാധാരണ ഞാനും അച്ഛയും കൂടെയാണ് എപ്പോഴും അസംബിൾ ചെയ്യാറ്. അപ്പം ഞങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ക്വിക്കായിട്ട് തന്നെ ചെയ്തു. ഇനി ഈ ഒരു ബൈക്കിൻ്റെ വാറൻറ്റി സൈഡ് നോക്കാം. വാറൻറ്റി സൈഡ് വരച്ചാൽ മെയിൻ ഫ്രെയിമിന്, അതായത് ഈ ഒരു അലുമിനിയം ഫ്രെയിമിന് ലൈഫ് ടൈം വാറൻറ്റി ഉണ്ട്. മെയിൻ ഫ്രെയിം സ്റ്റീലിലുള്ളതിന് 5 years ആണ് വാറൻറ്റി ഉള്ളത്. മോട്ടർ ഷെല്ല്, ഹബ് മോട്ടർ, കൺട്രോളർ തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങൾക്ക് 1 year വാറൻറ്റിയും ബാറ്ററിക്ക് 2 years വാറൻറ്റി ഉള്ളത്. അതേപോലെ ഹാൻഡിൽ ബാറിലെ ഈ കൺട്രോളിനും ലൈറ്റ്സിനും ഒക്കെ പിന്നെ ബാറ്ററിയുടെ ചാർജറിനും ഒക്കെ 6 months ആണ് വാറൻറ്റി ഉള്ളത്. അപ്പോൾ വാറൻറ്റിയുടെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ഈ മോട്ടറിൻ്റെ സൈറ്റിലുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആതിര മുരളി ഒഫീഷ്യൽ എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ ഷെയർ ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ എന്നായാലും ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ഡൂഡിൽ V3യുടെ കാര്യങ്ങളൊക്കെ. എങ്ങനെയുണ്ട്? എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. കാരണം ഭയങ്കര കൊണ്ടു നടക്കാനും പിന്നെ ഹാൻഡ്ലിങ്ങും ഓവറോൾ ഇതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ വളരെ നൈസായിട്ടുണ്ട്. എന്തായാലും അത്യാവശ്യം അഫോർഡബിൾ റേറ്റിലേക്ക് ഒരു പ്രീമിയം ഒരു ബൈക്കാണ് നമുക്ക് ഈ മോട്ടറിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അതായത് നമുക്കൊരു യാത്രയൊക്കെ പോകുന്ന സമയത്ത് ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരിയായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ചോയ്സ് ആയിട്ടാണ് ഈ മോട്ടോറയുടെ ഈ ബൈക്കിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടനോട് ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.